നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്ത് സഹായിക്കണേ. എന്നാലും മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. പിന്നെ നമ്മളെ ബാക്കിയുള്ള ഡ്രാമാസ് കാണാത്ത കൂട്ടുകാർ ദയവ് ചെയ്തിട്ട് ആ ഒരു ഡ്രാമാസും കൂടി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും കൂടി ചെയ്യണം. ഇതാണ് ഈ ഒരു ഡ്രാമയുടെ അവസാന ഭാഗം. നമ്മൾ ഇന്ന് തന്നെ പുതിയ ഡ്രാമയും ഇട്ടിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ ഒന്ന് അത് പോയിട്ട് കാണണേ. പിന്നെ നമ്മൾ കൊറിയൻ ഡ്രാമ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അത് ഞാൻ നാളെ ഇടാന്നാണ് വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. എന്നാലും മാത്രമല്ല അത് നമുക്ക് മൂവ് ഓൺ ചെയ്തിട്ട് അത് നിർത്താണ്ട് പോകണമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. നിങ്ങളെ കമൻറ്റിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവുക. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്താ പറയുക പൊട്ടത്തിയായിട്ട് തന്നെ പോയിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കൊറിയൻ ഡ്രാമ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഇനി കമൻറ്റ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ഞാൻ ഒരു പോളിടാം. ആ ഒരു പോളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മതി. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് നമ്മൾ ഈ ഒരു ഡ്രാമയുടെ അവസാന എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണും ഇപ്പം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ഇവന്റെ പേരൻസിനെ പോയിട്ട് കാണാന്നുള്ളൊരു രീതിയിൽ ബൊക്ക വാങ്ങാൻ പോകുന്നതായിരിക്കും. അതേ ടൈം ആ ഒരു ഓണർ ഉണ്ടാവില്ലേ ഷോപ്പിന്റെ, അയാളാണെങ്കിൽ പറയും നീ ഭയങ്കര ഭാഗ്യവതിയാണ്, ഇവനെ പോലത്തെ ഒരു ചെക്കനെ നിനക്ക് കിട്ടിയതിൽ നീ ഭയങ്കര ഭാഗ്യവതി എന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യവതിയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം പാരൻസിന് വേണ്ടിയിട്ട് ബൊക്കയും വാങ്ങിയിട്ട് ഒരു ചെക്കൻ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിന്റെ ഭർത്താവാണെങ്കിൽ അങ്ങനെയല്ല, അവനാണെങ്കിൽ എല്ലാ കൊല്ലവും അവൻ്റെ പാരൻസിന് ബൊക്ക വാങ്ങിയിട്ട് പോക്കിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കനെ കൊണ്ട് പുകഴ്ത്തി പറയുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവർ രണ്ടാളും ബൊക്കയും വാങ്ങിയിട്ട് പുറത്ത് വരുന്ന ടൈം അവനാണെങ്കിൽ പറയും എന്തായാലും നമ്മളെ കല്യാണം ഒരിക്കൽ മുടങ്ങിയതല്ലേ, ഇപ്പം ആണെങ്കിൽ നമുക്ക് നമ്മളെ പാരൻസിനെ കണ്ടതിന് ശേഷം, അതായത് നമ്മളെ പെണ്ണിന് അച്ഛനും അമ്മയുമില്ല, ഇവൻ്റെ പാരൻസിനെ കണ്ടതിന് ശേഷം നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കേ. ഇവക്കതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഒരു പ്രാവശ്യത്തെ മാരേജ് എങ്ങനെയായിരുന്നു നമുക്ക് അറിയാലോ. ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നിൽക്കുന്ന ടൈം അവ കെഞ്ചി ചോദിക്കുന്നുണ്ടാവും. ഇവൻ്റെ കെഞ്ചൽ കാണുന്ന ടൈം നമ്മളെ പെണ്ണിനെ പാവം തോന്നിയിട്ട് അവളാണെങ്കിൽ ഓക്കെ പറയും. അപ്പോൾ അവനാണെങ്കിൽ പറയും എന്നാൽ പിന്നെ ഇന്ന് രാത്രി തന്നെ നമുക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പോകുന്നുണ്ടാവും. അവളാണെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഫസ്റ്റ് വരുന്നുണ്ടാവും. ഈ ഒരു ഡ്രസ്സ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തെ ഡ്രസ്സ് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയെ. അവളാണെങ്കിൽ വരുന്ന കാണായിട്ട് ഇവനാണെങ്കിൽ ഹറിബറി ആകുന്നുണ്ടോ. അവൻ പറയുന്നുണ്ട് ഞാനും ഇങ്ങനെ അകത്ത് വരട്ടെ എന്നൊക്കെ. അവളാണെങ്കിൽ പറയും വേണ്ട വേണ്ട വേണ്ട, ഇതാ ഞാൻ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയേ. രണ്ടാമത്തെ ഡ്രസ്സ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അത്രക്ക് അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നേ. ഒന്നാമത്തെ ഡ്രസ്സ് വെച്ചിട്ട് ഈ ഒരു ഡ്രസ്സിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രക്ക് അടിപൊളി ഡ്രസ്സാണ്. നമ്മളെ പോലെ തന്നെ അവനും ആ ഒരു ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ ആ ഒരു ഡ്രസ്സിനെ കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണിന് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ അതിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ലേ. അവൾ ആ ഒരു കാര്യം പറഞ്ഞോട് നിന്നിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് അവളാണെങ്കിൽ അടുത്തൊരു ഗൗൺ ഇട്ടിട്ട് വരുവേ. ഇതൊരു ഓർഡിനറി ഗൗൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇത് വലിയ രസമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവും. നമുക്കും അതുപോലെ തന്നെ ആയിരിക്കും തോന്നുക. അവനാണെങ്കിൽ പറയും ഇതിന് മുന്നിട്ട് അതേ ഡ്രസ്സ് തന്നെയാണ് നല്ലത്, നമ്മളാണെങ്കിൽ വലിയൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ പോകുന്നത്, അവിടെ ആ ഒരു ഡ്രസ്സ് ഇട്ടാലേ നല്ല രസം ഉണ്ടാകും എന്ന് പറയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്തായാലും നമ്മളെ കല്യാണം ചെറിയ രീതിയിലല്ലേ നടത്താൻ പോകുന്നത്, എന്തിനാ ഇത്ര വലിയ ഓഡിറ്റോറിയം, നിന്റെ ഫാമിലി ആണെങ്കിൽ സമ്മതിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും ഇത് നമ്മളെ കല്യാണമാണ്, അത് ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് ഫസ്റ്റ് ടൈം നടക്കുന്നത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നടത്തണം എന്നായിരിക്കും അവൻ പറയുന്നുണ്ടാവുക. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് തച്ച് മരിക്കുന്നുണ്ടാവുമായിരിക്കും. ഒരാൾക്കാണെങ്കിൽ കല്യാണം ഭയങ്കര ഹൈ പ്രൊഫൈലിൽ നടത്തണം, ഒരാൾക്കാണെങ്കിൽ ഭയങ്കര ലോ പ്രൊഫൈലിൽ നടത്തണം. എങ്ങനെ രണ്ടും നടക്കുമെന്ന് എനിക്കറിയില്ല. അവളാണെങ്കിൽ അടുത്ത ഡ്രസ്സ് മാറ്റാൻ പോകുന്ന തക്കത്തിൽ ഇവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പുറത്തേ പോകെ. അവളാണെങ്കിൽ അവളെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇവനെ സമാധാനിപ്പിക്കാൻ വരുന്ന ടൈം ഇവനാണെങ്കിൽ പറയും ഞാൻ ദേഷ്യത്തിലാന്ന്, എന്നോട് സംസാരിക്കണ്ടെന്ന് പറയും. അവന്റെ കളി കാണുന്ന ടൈം അവക്കും ചിരി വരുന്നുണ്ടാവും. കുഞ്ഞു മക്കൾ വാശി പിടിച്ച് നിൽക്കൂലേ, അതുപോലെ ആയിരിക്കും അവൻ കളിക്കുന്നുണ്ടാവും. ഇവിടുന്ന് പിന്നെ രണ്ടും കൂടി തച്ച് മരിക്കുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും നമ്മളെ കുഞ്ഞു മക്കൾ തന്നെ
ചോദിക്കൂലേ, എന്ത് ഒരു പ്രശ്നം കഴിയാനായി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിക്കാണ്ട് നിൽക്കുക, ആ ഒരു കാര്യം എനിക്ക് ചെയ്തു തരുമോ. അതുപോലെ ഇവനാണെങ്കിൽ ചോദിക്കും, ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിക്കാണ്ട് നിൽക്കുക, പക്ഷേങ്കിൽ കല്യാണമാണെങ്കിൽ ആ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നടത്തണം തന്നെ ഇവ പറയുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ അതിന് പിന്നെയും സമ്മതിക്കുന്നുണ്ടാവില്ല. അതിന്റെ പേരിൽ ഇവ നടന്നോണ്ട് പോകുന്ന ടൈം ഇവള് പിന്നാലെ തന്നെ കാറിൽ വരുന്നുണ്ട് അവർക്ക്. അങ്ങനെ രണ്ടും കൂടിയിട്ട് കാറൊന്നും ഇവൻ പുറത്തൊന്നുമായിട്ട് തച്ച് മരിച്ചോട് നിൽക്കുന്നുണ്ടാവും. രണ്ടാളും പരസ്പരം വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ ദേഷ്യത്തിന്റെ പേരിലായിരിക്കും ഇപ്പൊ നടന്നിട്ട് പോകുന്നുണ്ടാവുക. ഈ കുട്ടിക്കളി കാണുന്ന ടൈം അവളാണെങ്കിൽ പറയും, എന്നും നീ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ദേഷ്യം പിടിക്കും, അതിനെയും കാട്ടി മുന്നേ കാർ കയറ്റിട്ട് ഇരുന്നോന്നു പറയേ. ഇവള് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ആള് വേറെ ആളാന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചെക്കൻ പേടിച്ചിട്ട് കാറ് പോയിട്ട് ഇരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയൂ, നമ്മൾ ആദ്യത്തെ കല്യാണം തന്നെ നമ്മൾ ആരെയും വിളിച്ചിട്ടില്ല, ആ ഒരു ടൈം ഞാൻ വരാണ്ട് നിന്നേരം നീ ഒറ്റപ്പെട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് ഈ ഒരു കല്യാണം എല്ലാവരും വിളിച്ചിട്ട് നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും നീ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകരുത്, എപ്പോൾ നിന്റെ കൂടെ ആരെങ്കിലും ഒക്കെ വേണം എന്നുള്ളൊരു തിങ്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ സമാധാനപ്പെടുത്തേ. ഇവൻ്റെ ഈ ഒരു നിഷ്കളങ്കതയും ആ ഒരു എന്താ പറയുക, ആ ഒരു പറച്ചിലെല്ലാം കേൾക്കുമ്പോൾ ഇവക്ക് സങ്കടമായിട്ട് ഇവള് പറയും, നിന്റെ ഇഷ്ടം എന്നാണ് അതുപോലെ നടത്താമെന്ന് പറയുന്നുണ്ടാവും. പക്ഷെങ്കിൽ എന്നാലും അവൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഒരു ഗ്രാൻഡ് വെഡിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ സയോ ആണെങ്കിൽ സോങ്ങിനെ കാണാൻ പോകുന്നുണ്ട് അവർക്ക്. സോങ് ആണെങ്കിൽ ഇപ്പൊ ജയിലിലായിരിക്കും ഉണ്ടാവുക. അവള് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട് അവർക്ക്. സോങ്ങിനെ കാണുമ്പോൾ നമ്മളെ നാട്ടുകാർ ഒരു കട്ടില്ലേ, എനിക്ക് അവളെ ഹെയർ സ്റ്റൈലും അവളെ കണ്ണെഴുത്തൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിലെ ഒരാളെ പോലത്തെ ഒരു ഫീലാണ്. അതെന്താന്ന് എനിക്കും അറിയില്ല. അപ്പൊ ഈ ഒരു സോങ്ങിനെ കാണാൻ വരുന്ന ഫസ്റ്റ് ആള് നമ്മളെ സയോ ആയിരിക്കും. ആ ഒരു കാര്യം സോങ് പറയുന്നുണ്ടാവും. നമ്മളെ സയോ ആണെങ്കിൽ പറയും, നീ എന്നെ കൊണ്ട് എന്നാ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാം. പക്ഷേ സോങ് ആണെങ്കിൽ ആ ഒരു കാര്യം വിശ്വസിക്കുന്നൊന്നും ഉണ്ടാവില്ല. അവളോടാണെങ്കിൽ നമ്മളെ സയോ നീ എപ്പോൾ റിലീസ് ആവുന്നതെന്ന് ചോദിക്കുന്ന ടൈം സോങ് ആണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ റിലീസ് ആയാലും നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറയേ. സയോ ആണെങ്കിൽ പറയും, നീ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഒരു ആവശ്യം എനിക്കില്ല, പക്ഷേങ്കിൽ നീ ജീവിക്കാൻ പോകുന്ന ലൈഫ് നല്ല രീതിയിൽ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാണ്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും സയോ അവിടുന്ന് വരുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ്റെ കൂടെ വരുന്നേരം ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കെ. അവനും അത് മനസ്സിലാവുന്നുണ്ടാവും. അവനാണെങ്കിൽ എന്നാ ഏതാന്നൊക്കെ ചോദിക്കുന്ന ടൈം അവൾ അധികമായിട്ട് ഒന്നും പറയുന്നുണ്ടാവില്ലേ. അവനാണെങ്കിൽ വിചാരിക്കും ഇവൻ്റെ പേരൻസിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഒരു പേടിയായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെണ്ണിൻ്റെ മൈൻഡിൽ ആ ഒരു കാര്യവും ഉണ്ടാവും. കാരണം ഇവൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് തന്നെ ഇവളെ ആക്സെപ്റ്റ് ചെയ്യോ ഒന്നും ഇവന് അറിയില്ല. ഇവക്ക് അറിയില്ല. ആ ഒരു കാര്യമായിരിക്കും ഇവളാണെങ്കിൽ ഇവനോട് പറയുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ ചോദിക്കും, അവർ നിന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുട്ടീൻ്റെ അമ്മയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നീ വറി ചെയ്യേ വേണ്ട. അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഒരു ഫാമിലി ആയിട്ട് കൺവേ ആയി കഴിഞ്ഞ് ഇനി ആര് നമ്മളെ ഇഷ്ടപ്പെട്ടു പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല പോലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ സമാധാനപ്പെടുത്തിയിട്ടായിരിക്കും അവൻ്റെ പേരൻസിനെ കാണാൻ കൊണ്ടുപോകുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ പെണ്ണും ചെക്കനും കൂടിയിട്ട് അച്ഛനും അമ്മേനെയും കാണാൻ പോകുന്നുണ്ടാവുമായിരിക്കെ. അച്ഛനും അമ്മയും ഇപ്പോൾ തെറ്റി നിൽക്കുന്നതായിരിക്കും. കാരണം അവരാണെങ്കിൽ ഭയങ്കര റിച്ച് ആണല്ലോ. നമ്മളെ പെണ്ണിനാണെങ്കിൽ അത്രയൊന്നും പൈസ ഇല്ല, അവള് ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. അങ്ങനെ ഇങ്ങനെ എന്നായിരിക്കും നമ്മളെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വിചാരം. അതുകൊണ്ടായിരിക്കും അവർ തെറ്റി നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവരെ കല്യാണത്തിൻ്റെ കാര്യം പറയേ. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ്റെ ഫുള്ള് പ്രഷർ തെറ്റൂലേ. അച്ഛനാണെങ്കിൽ ഇവനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. നീ നിന്റെ കാര്യങ്ങളൊക്കെ ഒറ്റക്കന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പറയും, ചെറുപ്പം തൊട്ടിട്ട് എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഭാര്യയും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. ഏത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, എന്ത് ഫുഡ് കഴിക്കണം, എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഭാര്യനെ തിരഞ്ഞെടുത്തത് അത്ര വലിയ തെറ്റാണോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ചെക്ക സംസാരിക്കുന്നുണ്ടാവുക. ഇവരെല്ലാം സംസാരം കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണ് ചിരിക്കുവേ. അവളാണെങ്കിൽ ചിരിച്ചിട്ട് പറയും, സോറി ഞാൻ ഇങ്ങനെ അറിയാണ്ട് ചിരിച്ചു പോയതാണ്, നിങ്ങളെ വിചാരം ഞാൻ ഇങ്ങനെ റിച്ച് അല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനാണെങ്കിൽ നിങ്ങളെ പൈസ മോഹിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്നല്ലേ. അങ്ങനെയൊന്നുമല്ല, എനിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനും നിങ്ങളെ മോൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണമെങ്കിൽ ഒരു അങ്കിളിനെയും ആൻറ്റീനെയും വരെ വെക്കാനുള്ള പൈസയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേ വേണ്ടെന്ന് പറയേ. ഇത്ര നേരം നമ്മളെ പെണ്ണിന് പൈസ ഇല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്ന് അച്ഛനും അമ്മയാണെങ്കിൽ ഒരു സെക്കൻഡിലേക്ക് സൈലന്റ് ആവുന്നുണ്ട് അവർക്ക്. കാരണം അവളാണെങ്കിൽ പൈസ മോഹിച്ചിട്ടല്ല ഈ ഒരു എന്ന് പറയുന്നത് ഇവനെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ. പക്ഷെങ്കിൽ പാരൻസ് അല്ലേ, അവർക്ക് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ടൈം എന്തായാലും അവൾ പറഞ്ഞ പാടെ അവർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇതെല്ലാം കാണുന്ന ടൈം അവളാണെങ്കിൽ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ലൂനെ മീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ പാസ്റ്റിൽ നടന്നൊരു കാര്യം പറയൂ.
അവളെ പെണ്ണും അവളെ ഫ്രണ്ടും കൂടിയിട്ട് നടന്നു വരുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ എന്തോ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് എന്തോ ഒന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ ഇത് കണ്ടിട്ട് എന്നാ സംഭവം എന്ന് ചോദിക്കും. അവനാണെങ്കിൽ പറയും ഞാനാണെങ്കിൽ ഡ്രസ്സ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത ടൈം ആ ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ID കാർഡ് പെട്ടുപോയി, അത് ഇതിൻ്റെ ഉള്ളിലുള്ളത്, അത് എടുക്കേണ്ടിയിട്ടാണെന്ന് പറയേ. അവളാണെങ്കിൽ പറയും നീ അവിടെ നിൽക്ക്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെ കൈമിൽ അതിൻ്റെ കീ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്തിട്ട് അവനായ ഒരു ID കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇവനാണെങ്കിൽ തിരിച്ചു പോയിട്ട് പിന്നെ നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് അവളെ പരിചയപ്പെടുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളോടാണെങ്കിൽ പറയും നീ എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ, ഞാൻ നിനക്ക് മീൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവക്ക് മീൽ വാങ്ങിക്കൊടുക്കും. മീനല്ല മീൽ വാങ്ങിക്കൊടുക്കും. മീലാണെങ്കിൽ എന്താ പറയുക പിശുക്ക് എന്ന് വെച്ചാൽ അങ്ങേയറ്റം പിശുക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും വാങ്ങിക്കൊടുക്കുന്നുണ്ടാവുക. വെജിറ്റേറിയൻ നൂഡിൽസിലെ അതായിരിക്കും വാങ്ങുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ ഇവനെ തന്നെ നോക്കുന്നുണ്ടാവുമായിരിക്കും. ഓ മൈ ഗോഡ്, ഇങ്ങനെയും ചെക്കന്മാരുണ്ട്, ഫസ്റ്റ് കണ്ടപാട് തന്നെ ഇത്രക്കാരം പിശുക്കുന്നുള്ള രീതിയിലായിരിക്കും അവളാണെങ്കിൽ അവനെ നോക്കുന്നുണ്ടാവുക. ഈ ഒരു കാര്യം അവളാണെങ്കിൽ അവൻ്റെ പേരൻസിനോട് പറയുന്ന ടൈം അവൻ്റെ അമ്മയാണെങ്കിൽ പറയൂ ഓ മൈ ഗോഡ് ഇവൻ ഇത്രക്കാരം പിശുക്കനായിരുന്നു, ഇവന് കൈ നിറച്ച് പൈസ കൊടുക്കണില്ലായിരുന്നു പോക്കറ്റ് മണി ആയിട്ട്, എന്നിട്ടും അവൻ എന്തിനാ ഇങ്ങനെ പിശുക്ക് കാണിച്ചത് ചോദിക്കുന്നുണ്ട് അവർക്ക് നമ്മളെ ലൂനോട്. അല്ലെങ്കിൽ അതിന് നമ്മളെ പെണ്ണായിരിക്കും മറുപടി പറയുക. അവളാണെങ്കിൽ പറയും സ്കൂളിലാണെങ്കിൽ ഏറ്റവും വലിയ പിശുക്കെന്നുള്ള ആ ഒരു അവാർഡില്ലേ, ആ ഒരു അവാർഡ് തന്നെ ഇവനാ കിട്ടിയെന്നായിരിക്കും അവള് പറയുന്നുണ്ടാവും. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അമ്മക്ക് പിന്നെയും ഷോക്ക് ആവുന്നുണ്ടാവും. അവാർഡ് എന്ന് വെച്ചാൽ അങ്ങനത്തെ അവാർഡ് കൊടുക്കൂലേ, പിശുക്ക് അങ്ങനെ കൊടുക്കൂല, ഒരു ഉപമ അറിയില്ല, അങ്ങനെ പറഞ്ഞതാ. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇതൊക്കെ ഞാനിപ്പോ പറയാനുള്ള കാരണം നിങ്ങളെ മോനെ ഫസ്റ്റ് ടൈം കണ്ടായ ഒരു ടൈം തൊട്ടിട്ട് അവനാണെങ്കിൽ ഭയങ്കര പൂവറായിട്ടാണ് അഭിനയിച്ചതെന്ന് പറയാൻ പറ്റില്ല. അവന്റെ ക്യാരക്ടറേ അങ്ങനെയായിരുന്നു. എത്ര പൈസ ഉണ്ടെങ്കിലും പിശുക്ക് ജീവിക്കുമെന്ന് പറയില്ല, അങ്ങനെയാണ് അവൻ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനും ഇവനൊരു പൂവറായിട്ടുള്ള ഗൈയാന്നാ വിചാരിച്ചത്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവൻ റിച്ച് ആയതുകൊണ്ട് ഇവനെ ഞാൻ വളച്ചെടുത്തതല്ല എന്നുള്ള കാര്യം അവളാണെങ്കിൽ പറയുന്നുണ്ടാവും. ഇതെല്ലാം കേൾക്കുന്ന ടൈം അച്ഛനാണെങ്കിൽ എപ്പാ കല്യാണം, എവിടെ വെച്ചിട്ടാ കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയെ. ഇവനാണെങ്കിൽ ഇവൻ ആദ്യം വിചാരിച്ച ഒരു ഓഡിറ്റോറിയല്ലേ, ഏത് റിച്ച് ആയിട്ടുള്ള ഓഡിറ്റോറിയം, അതിന്റെ പേര് പറയുന്നതിനേയും കാട്ടി മുന്നേ അച്ഛനാണെങ്കിൽ പറയും നമുക്ക് ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്തിയാലോ എന്ന് ചോദിക്കുന്നുണ്ടാവും ഇവർക്ക്. ഇത് കേൾക്കുന്നവർ നമ്മളെ പെണ്ണ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഭഗവാനെ അച്ഛനും മോനും കണക്കാണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ നേരത്തെ സമ്മതിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ചിട്ട് നടത്താമെന്ന്, പക്ഷെങ്കിൽ അവർക്ക് ഇങ്ങനെ പൂർണ്ണ സമ്മതം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇവനാണെങ്കിൽ അച്ഛനോട് പറയും നമ്മളിങ്ങനെ ചെറിയ ചർച്ചിലാണ് നടത്താൻ പോകുന്നത്, അങ്ങനെ വലുതായിട്ടൊന്നും നടത്താൻ പോകുന്നില്ല എന്നൊന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ അച്ഛന് പിന്നെയും ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവരുടെ കാര്യമല്ലേ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവളോട് മാത്രം വരാൻ പറയൂ. അവള് പേടിച്ചോണ്ടായിരിക്കേ പോകുന്നുണ്ടാവോ. നോക്കുമ്പോൾ എന്നായിരിക്കും ഇവക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അച്ഛനൊരു നെക്ലേസ് ഗിഫ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കൊടുക്കാനായിരിക്കും, സ്നേഹത്തോടെ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല, ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്ത തരത്തിലത്തെ ആൾക്കാരില്ലേ, അതിൽ പെട്ടതായിരിക്കും ഈ ഒരു അച്ഛൻ. അപ്പൊ ഇതിവിടെ നടക്കുന്ന ടൈം താഴെ നിന്നാണെങ്കിൽ അമ്മ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും, നമ്മളെ ചെക്കനാണെങ്കിൽ ടിഷ്യൂ എടുത്തോണ്ട് നിൽക്കുന്നുണ്ടാവും. അമ്മ എന്തിനാ അമ്മ കരയുന്നത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. അവള് താഴോട്ടേക്ക് വരുന്ന ടൈം ഇവനാണെങ്കിൽ പേടിച്ചോണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടൊന്നും അറിയില്ലല്ലോ, അങ്ങനെയായിരിക്കും അവളെ പിടിക്കുന്നുണ്ടാവും. അച്ഛനാണെങ്കിൽ പറയും നീ എന്തിനാണ് ഇങ്ങനെ നെർവസ് ആകുന്നത്, നിന്റെ സ്വഭാവം എന്നാ ഇങ്ങനെയായിപ്പോയത്, നിന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ബാഡാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും മോനും പിന്നെയും തച്ച് മരിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു നെക്ലേസ് കാണിച്ചിട്ട് അവനോട് പറയുന്നുണ്ടാവുക നിന്റെ അച്ഛൻ ഈ ഒരു നെക്ലേസ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്, അത് അച്ഛൻ്റെ ആ ഒരു ഷെൽഫില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് തന്നതാണ്, അതിൻ്റെ അർത്ഥം എന്നാണ് നമ്മളെ മാരേജിന് അച്ഛന് ഓൾറെഡി സമ്മതമാണ്, അതുകൊണ്ടല്ലേ പെട്ടെന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തരുന്നത്, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇനി ദയവ് ചെയ്തിട്ട് അടി കയ്യല്ലാന്ന് പറയും. ഇത് കേൾക്കുന്നവരെ നമ്മളെ അമ്മക്കും ഭയങ്കര ഹാപ്പി ആകും, അച്ഛൻ ഈ ഒരു കല്യാണത്തിന് മനസ്സറിഞ്ഞ് സമ്മതിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ അവരാണെങ്കിൽ ഹാപ്പി ആയിട്ടായിരിക്കും അവിടുന്ന് പിരിയുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണും ചെക്കനും പുറത്തെവിടെയും പോയിട്ടുണ്ടാവില്ലേ, ആ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ഇവനും യുവാനും കൂടിയിട്ട് ഒരു ചെടി നട്ടിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ആ ഒരു ചെടിയാണെങ്കിൽ വണ്ണം വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആ ഒരു സംഭവം കാണിക്കേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും. ഇവരാണെങ്കിൽ ഇങ്ങനെ ഹാപ്പിയിൽ നടക്കുന്നത് അച്ഛനും അമ്മയാണെങ്കിൽ ദൂരെ നിന്ന് നോക്കുന്നുണ്ടാവും. അങ്ങനെ അവരാണെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നടന്ന് അവസാനം ഇതുപോലത്തെ ഒരു സംഭവത്തിലായിരിക്കും എത്തുന്നുണ്ടാവും. ഇത് കാണുന്ന ടൈം അച്ഛനും അമ്മക്കും നാണായിട്ട് അവരവിടുന്ന് പോകുന്നുണ്ടാവും. അങ്ങനെ അവർ ആ ഒരു കിസ്സിങ് സീൻ ഇങ്ങനെ സൂമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനും പെണ്ണും ആണെങ്കിൽ അവരെ കല്യാണത്തിന് പോകുന്നതായിരിക്കും. അങ്ങനെ അടുത്ത് ആരും ഉണ്ടാവില്ല, അവർ രണ്ടാളും അവരെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഉമ്മ വെക്കുന്ന ടൈം അവർ ഓരോ ടൈമിൽ അവരിങ്ങനെ കിസ് ചെയ്തിട്ടില്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ടങ്ങ്യൂനും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവരുടെ ഫാമിലി ആണെങ്കിൽ ഇപ്പോൾ ഓക്കെ ആയിട്ട് എല്ലാവരും ഇപ്പോൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതെന്ന് കാണിച്ചിട്ടായിരിക്കും ഈ ഒരു ഡ്രാമ മൊത്തമായിട്ട് അവസാനിക്കുന്നുണ്ടാവുക. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി വരുന്ന ഡ്രാമാസിലും നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ട് വേണം. അപ്പോൾ അധികം ഒന്നും പറയാണ്ട്